ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ മുംബൈയിൽ പോയപ്പോൾ സ്റ്റേ ചെയ്ത ഒരു റൂം ഫെസിലിറ്റിയാണ്. ഇത് വന്നിട്ട് നമ്മുടെ കുർള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുർള മുംബൈയുടെ കുറച്ച് ഔട്ടറായിട്ടുള്ള ഭാഗമാണ്. ഔട്ടർ അല്ല, കുറച്ച് സെൻറ്ററിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ്. നമ്മുടെ ചുനാബട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോർമൽ റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കുറച്ചൊരു എന്താ പറയുക, മെക്കാനിക്കൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തിൻ്റെ അടുത്ത റൂം എടുത്ത് ഹോട്ടൽ ഗസ്റ്റ് ഇൻ റെസിഡൻസി എന്നാണ് ഇതിൻ്റെ പേര്. ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ ഏകദേശം അറിയായിരുന്നു, പക്ഷേ നമ്മൾ കുറച്ചും കൂടി എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്ഥലം വന്നിട്ടൊരു 2 സ്റ്റോറിയുടെ ബിൽഡിംഗ് ആണ്. മോൾ ഭാഗമൊക്കെ ആസ്പെക്ടേഴ്സ് ബാക്കി പരിപാടിയൊക്കെയാണ്. നമുക്ക് ആ ഏറ്റവും മുകളിലെ റൂമാണ് കിട്ടിയത്. ഫാമിലി ഫ്രണ്ട്ലി റൂം അടിച്ചപ്പോൾ ഇതാണ് വന്നത്, അതുകൊണ്ടാണ് സെലക്ട് ചെയ്തത്. അത്യാവശ്യം ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സ്പേസ് വന്നിട്ട് വളരെ കൺജസ്റ്റഡ് ആണ്. ചിലപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് നല്ല റേറ്റ് വരുന്നുണ്ട് കുറച്ച് ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ, സെൻറ്ററിലേക്കൊക്കെ പോകുമ്പോൾ. അതുകൊണ്ടാണ് നമ്മളിത് കൊടുത്തത്. ഒരു കോമൺ ഏരിയ ഒക്കെ ഉണ്ട്, പക്ഷേ സ്മെല്ലൊക്കെ സീനാണ്. മൊത്തം നമ്മൾ നെഗറ്റീവ് പറയാമെന്ന് വിചാരിക്കരുത്. റൂം വന്നിട്ട് എന്താ പറയുക, തലയൊക്കെ ഇടിക്കും. നമ്മുടെ അത്രയും ഹൈറ്റുള്ളൂ. പിന്നെ ഫാനോ വെൻറ്റിലേഷനോ ബാക്കി പരിപാടികളൊന്നുമില്ല. വെള്ളത്തിന് വരെ പൈസയാണ്. നമ്മൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, അത് നമുക്ക് ഫ്രൂട്ട് സലാഡും പൂരിയാണ് കിട്ടിയത്. 2 ദിവസം നമ്മൾ സ്റ്റേ ചെയ്തിരുന്നു. പോരാത്തതിന് നല്ല കൊതുവാണ് റൂമിൽ. അപ്പോൾ രാത്രിയൊക്കെ നല്ല സുഖമാണ്. ടയേർഡായിട്ട് വന്ന് കിടന്നുറങ്ങാച്ച് ഉറങ്ങും. അതുപോലെ ബാത്റൂമിൻ്റെ ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സീനാണ്, ഭയങ്കര കൺജസ്റ്റഡ് ആണ്. പിന്നെ ബാത്റൂമിൽ നമുക്ക് വേറെ ഫെസിലിറ്റി ടോയ്ലറ്റ് റേൽസോ അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വെള്ളം അതുപോലെ ചൂടാക്കിയിട്ട് ഓണായി വരാനും കുറച്ച് സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ എന്താ പറയുക, ഒരു 10-ൽ 3 കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് വേറെ ഗതിയില്ലാത്തതുകൊണ്ട് നമ്മളവിടെ എടുത്തതാണ്. നമ്മുടെ ഇത് വന്നിട്ട് സെക്കൻഡ് ഫ്ലോർ നമ്മൾ നടന്നു പോകണം. ലിഫ്റ്റ് ഫെസിലിറ്റീസോ കാര്യങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് ഒരു 1500 രൂപയോളം ഒരു പെർ ഡേ ചാർജ് ചെയ്യുന്നുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് വന്നിട്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൊണ്ട് ബുക്ക് ചെയ്തതാണ്, പക്ഷേ അത് എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്യുന്ന ലെവലിലുണ്ട്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, സ്ട്രിക്റ്റ്ലി നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ.